PMCയിൽ ഒപ്പിട്ടതുകൊണ്ട് കേരളത്തിന് കേന്ദ്ര ഫണ്ട് കിട്ടിയിട്ടുണ്ടോ? ഉണ്ട്. 92.41 കോടി കിട്ടിയിട്ടുണ്ട്. അത് PMCക്ക് വേണ്ടിയുള്ള ഫണ്ടാണോ? അല്ല, തടഞ്ഞുവെച്ച SSA ഫണ്ടാണ്. PMCയിൽ ഒപ്പിടാത്തതുകൊണ്ട് കേരളത്തിന് ലഭിക്കാനുള്ള 1161 കോടി രൂപ കേന്ദ്രം തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. ആ ഫണ്ട് നൽകണമെങ്കിൽ PMCയിൽ ഒപ്പിടണമെന്നായിരുന്നു കേന്ദ്രം പറഞ്ഞത്. PMC പദ്ധതിയിൽ ഒപ്പിട്ടതോടെ ഉടൻ 320 കോടി നൽകാമെന്ന് കേന്ദ്രം അറിയിച്ചിരുന്നു. അതിൻ്റെ ആദ്യ വിഹിതമാണ് 92.41 കോടി. എന്നാൽ പദ്ധതി തൽക്കാലം മരവിപ്പിക്കണമെന്ന് കേരള മന്ത്രിസഭ അറിയിച്ചതുകൊണ്ട് ബാക്കി പണം കിട്ടിയില്ല. അപ്പോൾ PMC ഫണ്ട് വാങ്ങിയെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷേ PMCയിൽ ഒപ്പിട്ടതുകൊണ്ടാണ് 92.41 കോടി കിട്ടിയത് എന്ന് പറയാം. PMC ഫണ്ട് എന്തുകൊണ്ട് ലഭിച്ചില്ല? PMC ഫണ്ട് കിട്ടണമെങ്കിൽ ഓരോ ബ്ലോക്കിലും 2 സ്കൂളുകൾ വീതം തിരഞ്ഞെടുത്ത് കേന്ദ്രത്തെ അറിയിക്കണം. മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം. കേരളത്തിൽ ഈ വിഷയം വലിയ വിവാദമായതുകൊണ്ട് അനന്തര നടപടികളൊന്നും ഉണ്ടായില്ല. ഒരു ബ്ലോക്കിൽ 2 വിദ്യാലയങ്ങളെയാണ് PMCയിൽ ഉൾപ്പെടുത്തുക. ഒരു ഹൈസ്കൂളും ഒരു പ്രൈമറി സ്കൂളും. ഒരു സ്കൂളിന് 85 ലക്ഷം മുതൽ 1 കോടി വരെയാണ് പ്രതിവർഷം കിട്ടുക. ഇതിന്റെ 60% കേന്ദ്രവും 40% സംസ്ഥാനവുമാണ് വഹിക്കേണ്ടത്. ഈ പ്രശ്നം ഉണ്ടായപ്പോൾ തമിഴ്നാട് സുപ്രീം കോടതിയിൽ പോകുകയും അവർക്ക് പണം കിട്ടുകയും ചെയ്തു എന്നത് ശരിയാണോ? സുപ്രീം കോടതിയിൽ തമിഴ്നാട് പോയി എന്നതും അവർക്ക് 538 കോടി കിട്ടി എന്നതും ശരിയാണ്. 3283 കോടി കൂടി തമിഴ്നാടിന് കിട്ടാനുണ്ട്. കേസിൽ സുപ്രീം കോടതിയുടെ അന്തിമ വിധി വന്നിട്ടില്ല. കേരളത്തിനും ഫണ്ട് കിട്ടാൻ സുപ്രീം കോടതിയെ സമീപിച്ചുകൂടെ? തീർച്ചയായും സമീപിക്കാം. പക്ഷേ ഒറ്റ വ്യത്യാസം മാത്രം. തമിഴ്നാട് ധാരണാപത്രത്തിൽ ഒപ്പിടാതെയാണ് കോടതിയിൽ പോയത്. കേരളം ഒപ്പിട്ടതിന് ശേഷമാണ് പോകുന്നത്. PMCയുടെ പേര് പറഞ്ഞ് കേന്ദ്രം കേരളത്തിന്റെ ഫണ്ട് തടഞ്ഞു വെക്കുന്നത് ശരിയാണോ? ഒരിക്കലും ശരിയല്ല.